ഈ നമ്മുടെ നാട്ടിലെ ഈ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട് വേറെ സാധനം ശ്രദ്ധിച്ച്, അതായത് ഇപ്പോൾ വളരെ കൂളായിട്ട് നമ്മളൊരു സ്ട്രൈറ്റ് റോഡ് ഹൈവേ എന്തോ ആയിക്കോട്ടെ അതുവഴി പോകുമ്പോൾ ഉള്ള ടൈപ്പ് ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട അഗ്രഷനോ ഒന്നും അല്ല. ഒരു ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഐലൻഡ് എത്തിക്കഴിഞ്ഞാൽ, അതും അല്ലെങ്കിൽ ഒരാൾ വണ്ടി തിരിക്കാൻ ഇൻഡിക്കേറ്റർ അല്ലെ ഒരു യൂട്ടേൺ എടുക്കാൻ, യൂട്ടേൺ പോട്ടെ, ഒരു റോഡ് ക്രോസ് ഇങ്ങനെ തിരിക്കാൻ അല്ലെങ്കിൽ വേണ്ട സൈഡിൽ പാർക്ക് ചെയ്ത വണ്ടി എടുക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു രീതി. ഇപ്പൊ യൂട്ടേൺ എടുക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴും അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് കുറച്ച് സ്പീഡ് കൂടുക ചെയ്യുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന അടുത്ത് ഹോൺ അടിക്കുന്ന വേറെ രാജ്യക്കാരില്ല. നമ്മൾ ശരിക്കും ബ്രേക്കാ ചെയ്യേണ്ട പല സ്ഥലത്തും. പക്ഷെ അവിടെ നിന്ന് ഹോൺ അടിക്കുക, ലൈറ്റ് അടിച്ച് കാണിക്കുക, ഞാൻ പോട്ടെ എനിക്ക് മാത്രം പോയാൽ മതി, നീ പോകണ്ട, നീ അവിടെ നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ. അത് ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു ഈ ജംഗ്ഷൻ എത്തുമ്പോൾ കൂടുതൽ പ്രശ്നം കാണിക്കുന്ന ഒരു ഓട്ടോയും ബൈക്കും ഒക്കെ തന്നെയാണ്. പിന്നെ ചില കാറുകാരുണ്ടില്ലെന്നല്ല, പിന്നെ ബസ്സുകാർക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, എപ്പോഴും അവർ തിരക്കും ധൃതിയുക. ഓട്ടോക്കാരും അങ്ങനെയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് മൊത്തത്തിൽ നോക്കിക്കോ, എന്തോ ഒരു അഗ്രസീവ് ബിഹേവിയറും പിന്നെ ഇതുപോലത്തെ എന്താ പറയണ്ട ഒരു സുഖമില്ലാത്ത ഒരു ആങ്സൈറ്റി. ഇവർക്ക് പെട്ടെന്ന് ഈ സാധനം അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക പരവേശവും എല്ലാം ശ്രദ്ധിച്ചു നോക്കിയോ. ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ഹോൺ വിഭ്രാന്തിയാ. അതേസമയം സ്ട്രൈറ്റ് റോഡ്സിൽ അധികം ഇത് വരത്തില്ല. പിന്നെ ഒരു ബ്ലോക്ക് പോലെ എന്തെങ്കിലും കണ്ടാലും പിന്നെ ഇങ്ങനെ ഒരു എന്തോ പോലൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. പിന്നെ മഴക്കാലം തുടങ്ങുമ്പോൾ കാണാം, മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പരവേശമില്ലേ. അത് പിന്നെ DNA ഉള്ളതാണെന്ന് തോന്നുന്നു. ജനറ്റിക്കലി മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തുക അല്ലെ പൊത്തി കയറുക എന്നൊക്കെ പറഞ്ഞ പോലെ എന്തോ ഒരു പ്രാകൃതമായ സാധനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ മറ്റേതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു പ്രത്യേകതരം പ്രതിഭാസമാണ്. പിന്നെ ഇവർക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ആ ഒരു പ്രശ്നം മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. ഇപ്പൊ ഒരു വണ്ടി കയറി വന്നു അല്ലെങ്കിൽ ജാമായി ചെറുതായിട്ടൊന്ന് മുട്ടോ തട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കെയോസ് സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവത്തില്ല ഇത് അവരുടെ കുഴപ്പം കൊണ്ടാണ്. അവർ ഇപ്പുറത്ത് നിൽക്കുന്ന വണ്ടിക്കാരോടൊക്കെ ചൂടാവുകയും ചെയ്യും. നമ്മൾ ആരെങ്കിലും കാണത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ ഇങ്ങനെ ഇവർക്ക് എന്താ സ്വന്തം ബൈക്കുകാരുടെ കാര്യം ഏറ്റവും രസം. പല ബൈക്കുകളും എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ എവിടെ വരെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത്ര ധൃതി വെച്ചിട്ട് ഇതിനിടെ കൂടെ കുത്തി കയറി അങ്ങ് പരവേശം എടുത്തിട്ട് പോകേണ്ട കാര്യമില്ല. ശരിക്കും ബൈക്കാ റിസ്ക്. കാറുകാർക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. ഇവൻ വന്നിടിച്ചാലും കയറിയാലും ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഈ ബൈക്ക് ഓടിക്കുമ്പോൾ, ഞാനൊക്കെ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച പോകത്തിലാണ് ഈ വെളിവില്ലാത്തവരെ ബാക്കിയുള്ള കാറിനകത്തും ഓട്ടോയ്ക്കകത്തും ബസ്സിനകത്തും എല്ലാം ഇരിക്കുന്നത്. ഇവിടുത്തെ ബൈക്കുകാർ എടുക്കുന്ന റിസ്ക് ഉണ്ടല്ലോ, അവർക്ക് ഗവൺമെന്റ് പ്രത്യേകം അങ്ങോട്ട് ടാക്സ് പേ ചെയ്യണം. ഈ റിസ്കിനകത്തോട് ഇത്രയും കാര്യമായിട്ട് വണ്ടി ഓടിക്കുന്നതിന് വേറെ റിസ്ക് അലവൻസ് എന്നോ എല്ലാം പറഞ്ഞു കൊടുക്കണം. ടാക്സ് അല്ല, റിസ്ക് അലവൻസ്. ഈ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതിന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മിഡിൽ ക്ലാസ്സിന് തൊട്ട് താഴോട്ടുള്ള എല്ലാ ടീമുകളുമാണ് ഇവിടെ ഈ പറഞ്ഞ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു ബെൻസ് കാർ ഓടി ഒരിടത്തും പോയി ബ്ലോക്ക് അല്ല ഒരു പരവേശം കാണിക്കുന്ന ആരും കാണത്തില്ല. അപ്പോൾ ഇച്ചിരി ഒരു ഡോക്ടറോ അല്ല അതിനപ്പുറത്തോട്ട് നല്ല പൈസ ഉണ്ടാക്കുന്നവരോ അല്ല ആ ഒരു ടൈപ്പ് ആൾക്കാർ ശ്രദ്ധിച്ചറിയാം. അവർ കുത്തിക്കയറ്റിയും ഇതിനിടെ കിടന്ന് മെഴുകിയല്ല അവർ പോകുന്നത് മുന്നോട്ട്. അവർക്ക് അവിടെ നിന്ന് ചെയ്താലും കാര്യങ്ങൾ നടക്കുന്നവരാ. എന്നാൽ അല്ലാത്തവരുണ്ട്. ഈ സ്ട്രീറ്റിൽ കിടന്ന് ഈ കളി കളിക്കുന്നവര് പരസ്പരം നഷ്ടമാക്കുന്ന സമയവും അവർ നഷ്ടമാക്കുന്ന ഫ്യൂവലും അവരുണ്ടാക്കുന്ന പൊല്യൂഷനും, അത് എയർ പൊല്യൂഷൻ ആകട്ടെ സൗണ്ട് പൊല്യൂഷൻ ആകട്ടെ, എന്താണ് ഇവരുണ്ടാക്കുന്നത്. ഈ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഈ മിഡിൽ ക്ലാസ്സുകാരൻ ഉണ്ടാക്കുന്ന സ്ട്രെസ്സും അവരുണ്ടാക്കുന്ന നഷ്ടവും ഒരു ബ്രോഡ് പിക്ചർ കാണാൻ ശേഷിയില്ലാത്തവരായതുകൊണ്ട് പറ്റുന്നതാണ്. നമ്മൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ നോരത്ത് വയ്ക്കുക, ഈ കുത്തി കയറി ചെല്ലുന്നവരെല്ലാം ഓട്ടോക്കാർ. ആ ഒരു ഓട്ടോക്കാരൻ കാരണം തൊട്ട് പുറകിലൊരു 10 ഓട്ടോക്കാരെ ഡിലേ ആക്കി. ഈ കുത്തി കയറി ചെല്ലുന്ന 2-3 ബൈക്കുകാർ അവരുണ്ടാക്കി വെക്കുന്ന ബ്ലോക്ക് കാരണം എന്താ പറയാ തൊട്ട് പുറകെ വരുന്ന 5-6 ബൈക്കുകാർക്കും പ്രശ്നമായി. അങ്ങനെ നോക്കണം ഇതിനെ. നമ്മൾ ആ ഒരു എന്താ പറയുക ഇതിനെ മൊത്തത്തിൽ കാണണം. അല്ലാതെ എനിക്ക് മാത്രം പോയി ഞാൻ മാത്രം കയറി ചെന്നൊരു ധാരണയാണ് ഇവർക്കുള്ളൂ. പക്ഷേ വേറെ സ്ഥലത്ത് ബ്ലോക്കിൽ പെടുമ്പോൾ ഓർത്തോളം നിന്നെ പോലെ തന്നെ നേരത്തെ തള്ളിക്കയറി പോയതിന്റെ അനുഭവിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് ഉണ്ടാക്കുന്ന നഷ്ടമോ അതേപോലെ തന്നെ ബൈക്കിൽ വരുന്ന ഒരു 100 പേർക്കാണ്. ഈ ഒരു ധാരണ എല്ലാവർക്കും പൊതുവായൊരു ധാരണ വേണം. മനസ്സിലായത്? ഇതിന്റെ ആ കാഴ്ച കാണണം അവർ. അത് അവർ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും പല ബ്ലോക്കിൽ കിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മുമ്പിൽ എന്തോ ഒരുത്തും കാണിച്ചാൽ എല്ലാവരും ഇൻഡിക്കേറ്റർ ഇല്ലാതിരിക്കുന്ന, എന്നിട്ടോ ചെറിയ തട്ടുമുട്ടും എന്തെല്ലാം കാര്യങ്ങളാ. മനസ്സിലായോ? ചെറിയ ആക്സിഡൻസ് എടുത്ത് നോക്ക്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ആരാ? ഇവിടെ എത്ര ബെൻസാ ഇങ്ങനെ ചുമ്മാ തട്ടിയും മുട്ടിയും പോകുന്ന കണ്ടിട്ടുണ്ടോ? ആരും കാണത്തില്ല. കാശുള്ളവൻ നല്ല വൃത്തിക്ക് ഇതിനിടെ കൂടെ പൊക്കോണ്ടിരിക്കുക. അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ കിടന്ന് എത്ര തള്ളി കയറിയാലും മൂന്തി തള്ളിയാൽ ഈ ബസ്സുകാരൻ വന്ന് കുത്തി കയറ്റി ആരെങ്കിലും ഇടിച്ചു കൊന്നാലോ ഒന്നും അവർക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന്. അവർ വണ്ടിയെ തന്നെ ഇടിച്ചു കഴിഞ്ഞാൽ പല സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? അതൊന്നും ഇല്ലാതെ കുഞ്ഞു കാറുകളും എടുത്ത് യൂബറും അല്ലെങ്കിൽ ഓട്ടോയും ഒക്കെയാണ് ഇവിടെ കിടന്ന് ചെറിയ തട്ടും മുട്ടും കാശ് കളയലും സമയം കളയലും വേദന അനുഭവിക്കലും. എന്തിനാ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ബോഡിക്ക് ഉണ്ടാക്കുന്ന മാത്രമല്ല, മെന്റൽ സ്ട്രെസ് ഭയങ്കര അല്ലേന്നെ. പരസ്പരം ഉണ്ടാക്കുക. ഈ വലിയ കാറുകളിനകത്ത് ഈ പുറത്തുള്ള ഒച്ച പോലും കേൾക്കത്തില്ല. അതേസമയം ഓട്ടോയ്ക്കകത്തും ബസ്സിനകത്തും അങ്ങനെയാണോ? ഈ ഒച്ചപ്പാട് മൊത്തം കേൾക്കണ്ടേ? ഇതെല്ലാം എന്താ പറയണ്ടേ? ആരുടെ തലയിലാണ് കയറുന്നേ? ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എല്ലാവരുടെ. ഇതൊരു വിഷയം തന്നെയാ. ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധ കുറവാണെന്നും ക്ഷമ കുറവാണെന്നുമാണ്. മനസ്സിലായി? ഈ കാണിക്കുന്നവർക്ക് ശ്രദ്ധക്കുറവുണ്ട്, അതുപോലെ തന്നെ അവർക്ക് പേഷ്യൻസും കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ധൃതി കാരണം, പരവേശം കാരണം
ഈ ആങ്സൈറ്റി കാരണം, ഇതിനോടൊപ്പം ടോട്ടലി ഉണ്ടാക്കുന്ന സ്ട്രെസ് കാരണം അവരുടെ വീട്ടിലും അവരുടെ ചുറ്റുപാടും അവരുടെ സ്വന്തം ശരീരത്തിനും മാനസികമായ അവസ്ഥയ്ക്കും ഭയങ്കരമായ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ആ അവസ്ഥകൾ കൊണ്ടാണോ ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് വെച്ചാൽ അല്ല, ഇവരൊക്കെ ഗൾഫിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയാൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുകയും അവിടെ കിടന്ന് അലമ്പ് കാണിക്കുന്നില്ല. അപ്പൊ അതായത് ഈ പുറത്തിറങ്ങി ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇത് റെസ്ട്രിക്ട് ചെയ്യാനോ അല്ലെ റോഡ് ട്രാഫിക് റൂൾസ് ഒക്കെ നല്ലപോലെ പാലിക്കാനും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നല്ല സമാധാനം ഉണ്ടാകാൻ പോകുന്നത്. എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. നോക്കൂ, കാരണം ഇത്രയും ഈ കിടന്ന് റോഡിൽ ഇറങ്ങുന്ന ആരാ ഉള്ളത്? വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് പിന്നെ ഇവൻ വന്ന് കയറുന്നതിന്റെ സമാധാനക്കേടായിരിക്കും ഈ വണ്ടിയെല്ലാം ഓടിച്ചിട്ട്. മനസ്സിലായി? ഇവിടെ വണ്ടി ഓടിച്ചാൽ നമുക്കൊരു ഒരു തളർച്ച ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. എന്താ? സ്ട്രെസ് കാരണോ? എവിടെ നിന്നൊക്കെയാ വണ്ടി ചാടി വരുന്നത്, എവിടെ നിന്നൊക്കെയാ ആരൊക്കെയാ കുറുകെ വരുന്നതെന്നോ എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നതെന്നോ എന്തിനാ ഹോൺ അടിക്കുന്നതെന്നോ ഒരു പിടിയില്ല. അത് മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിലെ ബിഹേവിയർ ക്ലിയർ ചെയ്താൽ തന്നെ ചിലപ്പോൾ സ്വന്തം സന്തോഷമൊക്കെ കണ്ടെത്താൻ പറ്റും. ഇച്ചിരി ഹാപ്പിനെസ് ഉണ്ടാവും ജീവിതത്തിൽ. ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ താഴെ പോകുന്നതിനകത്ത് ഒരു കാരണം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഡെയിലി എടുക്കുന്ന ഈ വണ്ടി ഓടിച്ച് കാണിക്കുന്ന അഭ്യാസവും ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് സ്പീഡ് എടുത്ത് കുത്തിക്കയറ്റി ചെറിയ ഗ്യാപ്പുകൾ കണ്ടുപിടിച്ച് എന്തൊരു ഗതികേട്, എന്തിനാണ് ഇത്രയും പേര് കഷ്ടപ്പെടുന്നത്?